ഹലോ എവരിവൺ, വെൽക്കം ടു പൾപിറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ നേരെ ഒരുപാട് മുഖവരിയൊന്നുമില്ല, ഞാൻ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു വാർത്ത, അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കുകാർക്ക് പ്രതീക്ഷ എന്നൊരു വാർത്ത കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ വരികയും, അപ്പോൾ ആ ഒരു വാർത്ത വന്നതിന് ശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും ഇൻബോക്സിലേക്ക് കുട്ടികൾ ഇത് ഇങ്ങനെ അയച്ചു തന്നിട്ട്, സാർ ഇത് എന്താണ് സംഭവം, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അപ്പൊ എന്താണ് നമ്മുടെ പ്രതീക്ഷ, എന്താണ് ഇതിനകത്ത് ഇനി സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ആയിരുന്നു കുട്ടികൾക്കുണ്ടായിരുന്നു. അപ്പൊ ഇതിലൊരു വെബിനാർ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തതായിരുന്നു ഒരു 1-2 ദിവസം മുമ്പ്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ കാരണം നമുക്കത് പറ്റിയില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത പറയുന്നത്, അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കുകാർക്ക് പ്രതീക്ഷ, ഒഴിവുകൾ കണ്ടെത്താൻ മന്ത്രിയുടെ നിർദ്ദേശം. അപ്പൊ ടീച്ചർ, എന്താണ് ശരിക്കും ഇതിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു, എന്താണ് അവർക്ക് ഒരു ഹോപ്പ് ഉള്ളത്? അതിൻ്റെ അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇംഗ്ലീഷിന്റെ റാങ്ക് ലിസ്റ്റിന് ഈ പ്രശ്നം ഇല്ല, അത് ആദ്യം. അതായത് മൂവ് ചെയ്യാത്ത റാങ്ക് ലിസ്റ്റുകൾക്ക് എനിക്കൊന്ന് ഒരു നിയമനം 1ാം റാങ്കുകാർക്ക് കിട്ടാത്ത ഒരു 4 ലിസ്റ്റോളം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഇംഗ്ലീഷിന് 37ഓളം അപ്പോയിന്റ്മെന്റ്സ് പോയി. അത് തന്നെ കുറവാണ്. യഥാർത്ഥത്തിൽ ഇനി എത്രയോ ഇരട്ടിയാണ് വരുന്ന ലിസ്റ്റുകളിൽ നടക്കാൻ പോകുന്നത്. സോ ഇംഗ്ലീഷിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ ചില ലിസ്റ്റുകളിൽ നിന്ന് 0 അപ്പോയിന്റ്മെന്റ്സ് ആണ് പോയിട്ടുള്ളത്. ആ ലിസ്റ്റുകളിൽ അതായത് എക്സിസ്റ്റ് ഇപ്പം മേ ബി വേക്കൻസി കാണത്തില്ല. അപ്പം മെയ് വരെയുള്ള വേക്കൻസി കാൽക്കുലേറ്റ് ചെയ്ത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എടുത്ത് സൂപ്പർ ന്യൂമിനറി ആയിട്ട് നിയമനങ്ങൾ നടത്തുകയും പിന്നെ വേക്കൻസി വരുമ്പോൾ അതിൽ നിന്ന് ഫില്ല് ചെയ്ത് പോവുകയും, അതായത് റാങ്ക് ലിസ്റ്റിലുള്ളവർ നിരാശരാക്കാതെ അവരെ ഭാവിയിലേക്ക് അങ്ങ് പോസ്റ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഇംഗ്ലീഷിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അടുത്ത മെയ് വരെയുള്ള വേക്കൻസി ഇംഗ്ലീഷും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയും, ഇംഗ്ലീഷിന് റാങ്ക് ലിസ്റ്റ് ഇല്ല, ജാനുവരിയിൽ എൻഡ് ചെയ്തു, മാർച്ച് റിട്ടയർമെന്റ് ആഡ് ചെയ്തിട്ടില്ല, അടുത്ത മാർച്ച് റിട്ടയർമെന്റ് അപ് ടു മെയ് വരെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചധികം വേക്കൻസീസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ സ്പീഡപ്പ് ആവാനും, നോട്ടിഫിക്കേഷൻ വന്ന എക്സാം നടന്നാൽ ആദ്യം തന്നെ കുറച്ചു പേർക്ക് അഡ്വൈസ് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷിലെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മന്ത്രി നേരിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് കഴിയുന്നത്ര ഈ വേക്കൻസികളെ കുറിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇതൊരു പോസിറ്റീവ് വാർത്ത തന്നെയാണ്. കാരണം ഇപ്പോഴും കുട്ടികളുടെ ഉള്ളിൽ ഒരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എടുത്ത് നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളത് കൂടി അതിൻ്റെ അകത്ത് വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം, പഠിക്കണം. ടോട്ടലി ഇപ്പൊ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങി, വേരിയസ് സബ്ജക്ട്സ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. അതിന്റെ കൂടെ എപ്പോഴും ഞാൻ പറയാറുള്ളത്, സാർ ഒറ്റ എക്സസ് വേക്കൻസി പോലും ഇംഗ്ലീഷിനില്ല. ഇപ്പൊ കൊമേഴ്സ് പോലുള്ള വിഷയങ്ങളിലാണെങ്കിൽ ഒത്തിരി പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 55 പ്രിപ്പയർ ചെയ്യുന്നവർ പ്രിപ്പയർ ചെയ്യണം, ചെയ്യേണ്ടെന്നല്ല. പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ 55 വേക്കൻസിയാണ് എക്സസ് നിൽക്കുന്നത് കൊമേഴ്സിന്. അപ്പൊ ഈ 55 പേരെ ആദ്യം ഒന്ന് പുനർവിന്യസിച്ചിട്ടായിരിക്കും അപ്പോയിന്റ്മെന്റ്സ് ഇറങ്ങും. പിന്നെ കൊമേഴ്സിന് ഒത്തിരി വേക്കൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിപ്പയർ ചെയ്യുന്നവർ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകരുത്. പക്ഷേ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഒഫീഷ്യലി നമ്മുടെ കേരള ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തതിൻ്റെ അകത്ത് 0 വേക്കൻസീസ് എക്സസ്. വരാനുള്ള എല്ലാം ഇവിടെ വന്ന് കഴിഞ്ഞു. അതെ, ഇനി ഇതിൽ കൂടുതലൊന്നും ഇവിടെ ഒന്നും വരാനില്ല. അതുകൊണ്ട് 0 വേക്കൻസീസ് ആണ് എക്സസ്. അതായത് ലിസ്റ്റിൽ വരുന്ന ആദ്യത്തെ ആൾക്ക് തന്നെ അപ്പോയിന്റ്മെന്റ് നടക്കുന്ന രീതിയാണ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, ഇനിയെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. കാരണം പല ആൾക്കാരും വരുമോ ഇല്ലയോ എന്നുള്ള ഈ ഒരു ടെൻഷനിൽ പ്രിപ്പയർ ചെയ്യാതിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾ ഇപ്പോഴും പശ്ചാത്തലത്തിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് പ്രിപ്പയർ തുടങ്ങാം. ഇനി ആ രണ്ടാമത്തെ നല്ല വാർത്ത, നമുക്ക് തന്നെ ഒരു ഇന്നർ പൾസ് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട് തന്നെ വരുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം ഒക്കെ വെച്ച് ബാച്ച് 7 ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ലോങ് ടേം ബാച്ച് 7, ക്രാഷ് 2 ഉണ്ട്. അത് കൂടാതെ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ഡിസംബർ തൊട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. നല്ല ഭംഗിക്ക് പഠിച്ചാൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാവുന്ന പരീക്ഷയുടെ വലിയ ബുദ്ധിമുട്ടുകളില്ല. പിന്നെ ഓൾറെഡി ഇവരൊക്കെ നെറ്റ് ക്വാളിഫൈഡ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് തരത്തിൽ ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, എത്ര ടൈം അവർ റിവൈസ് ചെയ്തു, അല്ലെ സാറേ, അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം, വേറെ രീതിയിൽ തന്നെ നമ്മൾ ഇത് പഠിച്ചെടുക്കേണ്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്ത കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് എത്തും 14-ാം തീയതി മുതൽ. അപ്പം പലരുടെയും സംശയം, ഇപ്പം മറ്റിടങ്ങളിൽ ജോയിൻ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർ വിചാരിക്കുന്നത് അതേ മെത്തേഡിൽ തന്നെ പഠിച്ചാൽ മതിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് പൾപിറ്റിലേക്ക് കുട്ടികൾ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ വേറെ ഒരു തരത്തിലാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. 3/4 ലൈഫ് സീരീസ് 45 മിനിറ്റിൽ നമ്മൾ ഓരോ വർക്കും റെക്കോർഡ് പോയ വർക്ക് എടുത്തിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയാണ്. അപ്പൊ ഫ്രീ ആയിട്ട് ഒരു 5 ദിവസം നമ്മുടെ ആ 3/4 സീരീസിൽ ഇരിക്കാനുള്ള സുവർണാവസരമാണ്. നിങ്ങളൊരു നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, PhD
ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ സെഷൻസിലേക്ക് സ്വാഗതം അല്ലേ സാറേ? അതെ, ഈ ഡേറ്റുകൾ കൂടെ ടീച്ചർ ഒന്ന് 14-ാം തീയതി തൊട്ട് 14, 15, 16, 17, 18 തീയതികൾ നമ്മൾ 5 അധ്യാപകർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ്, നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് മെന്റർ വേറെ ഉണ്ട്, പക്ഷേ ഫാക്കൽറ്റി ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ആ 5 വർക്കും കമ്മ്യൂണിറ്റിയിൽ തൊട്ട് താഴെ നമ്മുടെ വാട്സപ്പ് ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ നമ്മൾ നോട്ടുകളും കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് എൻഗേജിങ് തന്നെയാണ്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്താൽ 5 ദിവസത്തെയും ലിങ്കുകൾ സൂം വഴിയായിരിക്കും അവർക്ക് ക്ലാസ്സുകൾ വരുന്നത്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. ഒപ്പം ആ ദിവസത്തെ PDF നമ്മൾ ഷെയർ ചെയ്ത് തരും. സോ നിങ്ങൾക്ക് ഒരു എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാവും. ഒപ്പം ഇത് നിങ്ങളെ കൊണ്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഗെയിം ആണോ അല്ലയോ എന്നുള്ള ഒരു റിയലൈസേഷനും നിങ്ങൾക്ക് വരും. ഏതാണ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ടഫായിട്ട് കുട്ടികൾ പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതായത് നമ്മുടെ ലിറ്റററി ക്രിറ്റിക്സുമായി ബന്ധപ്പെട്ട മൊഡ്യൂളാണ്. മൊഡ്യൂൾ 13 ആണ് നമ്മൾ എടുക്കുന്നത്. ഏതാണ്ട് 23+ essays ഉണ്ട്. അതിൽ 5 essays ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ആ 5 essayയുടെ നമ്മുടെ നോട്ട്സ് ഉൾപ്പെടെ, അതായത് നമ്മൾ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുൾപ്പെടെ, ക്ലാസ് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആകില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ക്ലാസ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇനി മറ്റ് എവിടെയെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. സോ നിങ്ങൾക്ക് തന്നെ കണ്ട് നേരിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ഇവിടെ കുട്ടികളെ മെന്റർ ചെയ്യുന്നത്, അവർ എങ്ങനെയാണ് മോൾഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഓരോ എസ്ഐക്കും എസ്ഐ സ്പെസിഫിക് ആയിട്ടാണ്. എസ്ഐക്ക് നിങ്ങൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ അതിലെ ഓതറിന്റെ എന്തൊക്കെ ഡൈമെൻഷൻസ് നിങ്ങൾ ഉത്തരങ്ങളിൽ കൊണ്ടുവരണം, 3 മാർക്ക് എങ്ങനെ എഴുതണം, 5 മാർക്ക് എങ്ങനെ എഴുതണം, അങ്ങനെ ഓരോന്നും അത്രയും സ്പെസിഫിക് ആയിട്ടാണ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഇപ്പൊ 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ പോലും എനിക്കറിയാം, ഞാൻ ഒരു കാലത്തും 45 മിനിറ്റ്സ് നിർത്തിയ ചരിത്രമില്ല. എങ്ങനെ വരും എന്റെ ക്ലാസ് ഒരു 1 അവറോളം അത്രയും പോകും. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നയിച്ചു തരുന്നത്. അതിന്റെ കൂടെ തന്നെ 10 മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കും. ആ ക്വസ്റ്റ്യൻസിന്റെ ഡൗട്ട് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. അതിൽ തന്നെ 5 എണ്ണത്തിന് മോഡൽ ആൻസേഴ്സ്. ഈ രീതിയിൽ വളരെ സമഗ്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കോഴ്സാണ്. സോ 5 ദിവസത്തെ ഫ്രീ സെഷൻസിന് നിങ്ങൾ ഇരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണ് എന്ന് തോന്നിയാൽ യു ആർ വെൽക്കം. പൾപിറ്റിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ബാച്ച് 7 ഓപ്പൺ ആണ്. അറിയാലോ, ഇനി ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇനി വരാനായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടെയാണ്. അറിയാം, പിന്നെ ഓണം, പിന്നെ വലിയ ബിഗ് ന്യൂസ് ഒക്കെ ഇനി വരുന്നുണ്ട് ഓൺ ദ വേ. അതെ, ഓഗസ്റ്റിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒത്തിരി, എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയാണ്. പൾപിറ്റ് 1 വർഷം പൂർത്തീകരിക്കുകയാണ്. നമ്മള് ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ഒരു കുഞ്ഞ് കമ്മ്യൂണിറ്റി തുടങ്ങുന്നു. അവിടുന്ന് HSST നമ്മൾ വിചാരിച്ചതിലും ഒത്തിരി വളരെ സ്വീകാര്യത കിട്ടി പോകുന്നുണ്ട്. അപ്പം ഇൻ ബിറ്റ്വീൻ കുറെ ബാലാരിഷ്ടതകളുണ്ട്. ലൈക്ക് നമ്മൾ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞു, പക്ഷെ ഓരോന്നും റിസോൾവ് ചെയ്ത് നമ്മൾ ഇപ്പം ഇംഗ്ലീഷിൽ നിൽക്കുന്ന ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര, ഞാൻ വളരെ പ്രൗഡായിട്ട് പറയും, കേരളത്തിൽ കോർ എടുക്കുന്ന ഏറ്റവും നല്ല അധ്യാപകർ. ഞാൻ ഇടയ്ക്ക് ശ്രീകുട്ട സാറിന്റെ അടുത്ത് പറയും, ഏതെങ്കിലും നല്ല ടീച്ചർ എവിടെയെങ്കിലും പഠിപ്പിച്ചാൽ ഈ കൊച്ചു പിള്ളേർ പോയി കല്ല് മോഷ്ടിക്കുന്ന പോലെയാണ്, അവരോട് വിളിക്ക് എന്നാണ് ഞാൻ പറയാറ്. ബിക്കോസ് അത്ര ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി നമ്മൾ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആനിവേഴ്സറി നമുക്ക് ഒത്തിരി സ്പെഷ്യലാണ്. ഓഗസ്റ്റിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഈ ബാച്ച് 7 അഡ്മിഷനിൽ തന്നെ ഒരുപാട് ഓഫർ റേറ്റിലും കാര്യങ്ങളിലുമാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. സോ നിങ്ങൾ നിർബന്ധമായും സെഷൻസ് കാണാം, ഇങ്ങ് പോരാ. ഓക്കെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള കണ്ടന്റുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.